Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workabee. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with a prayer. Pater noster quis in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഹാലോവീൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് മുന്നറിയിപ്പുമായിട്ട് വത്തിക്കാൻ. ഇത് 2023 വന്ന വാർത്തയാണ്. എന്നിരുന്നാലും ഇന്നത്തെ ആനുകാലിക വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ ഇത് പ്രവാചക ശബ്ദത്തിൽ വന്ന വാർത്തയാണ്. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഒക്ടോബർ 31 ആഘോഷിക്കപ്പെടുന്ന ഹാലോവീൻ യഥാർത്ഥത്തിൽ പൈശാചികമായതിനാൽ മാതാപിതാക്കൾ ഈ ആഘോഷത്തിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുകയും പകരം കുട്ടികൾ വിശുദ്ധരുടെ വേഷവിധാനങ്ങൾ അണിയുകയും വിശുദ്ധരെ അനുകരിക്കുകയും ചെയ്യാൻ വത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. വത്തിക്കാൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ ഒഴിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രേക്ഷിതരുടെ ആദ്യ സമ്മേളനത്തിൽ കുട്ടികളിൽ സാത്താനിക ശക്തികളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള അപകടത്തെപ്പറ്റി കത്തോലിക്ക സഭ മുന്നറിയിപ്പ് നൽകുന്നതായി മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാലോവീൻ പോലുള്ള ആഘോഷങ്ങൾ മൂലം ഒക്ടോബർ മാസത്തിൽ പൈശാചിക ശക്തികൾ കൂടുതൽ സ്വാധീനം പ്രയോഗിക്കുന്നതിന് കാരണമായേക്കാം, സഭാധികാരികൾ വ്യക്തമാക്കി. ഹാലോവീൻ ആഘോഷം ഉപേക്ഷിക്കുകയും അതിനു പകരം ഹോളിവീൻ ആഘോഷിക്കുകയും ആ രാത്രിയിൽ കുട്ടികൾ വിശുദ്ധരെ പോലെ വേഷങ്ങൾ അണിയുകയും ജാഗരണ പ്രാർത്ഥനകളും മറ്റുമായി ആ രാത്രി ആഘോഷിക്കുകയാണ് വേണ്ടതെന്ന് കത്തോലിക്ക സഭ നിർദ്ദേശിച്ചു. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പലരും പറയുന്നു ഹാലോവീൻ ഒരു ലളിതമായ ഉത്സവമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നിഷ്കളങ്കതയുടെയോ ഉല്ലാസത്തിൻ്റേതോ ആയ യാതൊന്നും ഇതിലില്ല. അതിലുമേറെ വലിയ അപകടം പതിയിരിക്കുന്ന ഒരു ആഘോഷമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്തത് ഇതിലും പ്രധാനപ്പെട്ടതും, ഹാലോവീൻ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നാൽ പൈശാചിക ആചാരങ്ങളിൽ പങ്കുചേരുക എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത് വത്തിക്കാൻ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ അവസാനത്തെ ആ ഒരു സെൻറ്റൻസാണ് നമുക്ക് വേണ്ടത്. ഹാലോവീൻ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നാൽ പൈശാചിക ആചാരങ്ങളിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. ഹാലോവീൻ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നാൽ പൈശാചിക ആചാരങ്ങളിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. ഇതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞത്. നമുക്ക് ഈ വിജാതീയ ആചാരങ്ങൾ വേണ്ട, ആഘോഷം മതി എന്ന് പറയുമ്പോൾ ഈ വിജാതീയ ആചാരവും ആഘോഷവും രണ്ടും നമുക്കൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹാലോവീൻ വിദേശത്തുള്ള മലയാളികൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ നല്ല വിശുദ്ധി ജീവിക്കുന്ന മാതാപിതാക്കൾ, പള്ളിയിൽ പോകുന്നവർ, ജപമാല ചൊല്ലുന്നവർ, അവർ ഒക്ടോബർ 31 അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ അവർ തന്നെ ഒരുപക്ഷെ തയ്പ്പിച്ച സാത്താൻ്റെ 2 കൊമ്പും അല്ലെങ്കിൽ പംകിൻ്റെ ഫേസൊക്കെയുള്ള വളരെ ലളിതമായിട്ട് അവർ തന്നെ നിർമ്മിച്ച വസ്ത്രം അവരുടെ മക്കളെ അണിയിപ്പിക്കുന്നു. അവർ അതിൻ്റേതായ പരിപാടികളും പാട്ടും ഡാൻസും എന്തൊക്കെയാണോ അതൊക്കെ അവർ ആഘോഷിക്കുന്നു. ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അത് പൈശാചിക ആചാരത്തിനോട് പങ്കുചേരുന്നതാണ് എന്നാണ് വത്തിക്കാൻ പറയുന്നത്. അപ്പോൾ എന്നാലും ഇത് തന്നെയല്ലേ നമ്മളിവിടെയും ചെയ്യുന്നത്. നമ്മളൊരു വിജാതീയ അസുരനായിട്ടുള്ള അവരുടെ മതത്തിൽ തന്നെ അവർ തന്നെ അസുരൻ, ഡെവിൾ, സാത്താൻ എന്ന് വിളിക്കുന്ന അവരുടെ ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിയെ ക്ഷണിക്കാൻ നമ്മൾ ഈ പറയുന്ന അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പള്ളിക്കകത്ത് ചെയ്യുന്നു, പള്ളിക്ക് പുറത്ത് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാറ്റഗിസം പിള്ളേർക്ക് പരിപാടികൾ നമ്മൾ നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിലേതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്? ഹാലോവീൻ ആണോ അതോ ഈ വിജാതീയ ഉത്സവമാണോ? അപ്പോൾ നമ്മൾ പറയുന്നു നമ്മളങ്ങനെ ആരാധിക്കണമെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ പിള്ളേരും സാത്താൻ ആരാധിക്കണമെന്ന് ചിന്തിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ആ സംസ്കാരത്തിൽ ഉടലെടുത്ത ഒരു സംഭവം. അന്ന് നല്ല രസമാണ് ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പേടിപ്പിച്ച് പ്രത്യേക രീതിയിലൊക്കെ വസ്ത്രമണിഞ്ഞ് അവരും ആരെയും ആരാധിക്കുന്നില്ല. അവരുടെ മൈൻഡിൽ പോലും ഇല്ല അവർ ഈ സാത്താൻ ആരാധിക്കാൻ പോവുകയാണെന്നോ. നല്ല വിശുദ്ധരായ മാതാപിതാക്കളുടെ മക്കളായിരിക്കും.
എക്സോസിസ്റ്റുകൾ പറയുന്നു, നിങ്ങൾ അങ്ങനെ വസ്ത്രം അണിഞ്ഞാൽ പോലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ആചാരത്തിൽ പങ്കാളികളാകുന്നു. ഇത് ലളിതമായ ഒരു ഉത്സവമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിഷ്കളങ്കതയുടേതായ ഉല്ലാസത്തിൻ്റേതോ ആയ യാതൊന്നും ഇതിലില്ല. പക്ഷേ സത്യത്തിൽ കാണുമ്പോൾ അങ്ങനെയാണ്. ഇത് കണ്ടവർക്ക് അറിയാൻ സാധിക്കും ഈ ഹാലോവിൻ എന്താണെന്നുള്ളത്. രസകരമായിട്ട് പിള്ളേരൊക്കെ ഒന്നിച്ചു കൂടി നല്ല നല്ല ഓളമാണ്. പക്ഷെ അതിൽ പോലും ഇങ്ങനൊരു പൈശാചികത ഒളിഞ്ഞു കിടക്കുന്നുവെന്ന് വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മളിവിടെ ഡോക്യുമെൻ്റ് ഇറക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ഡോക്യുമെൻ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, എനിക്കൊരാൾ അയച്ചു തന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ഇങ്ങനെയുള്ള വിജാതീയ ആചാരങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. എന്താണ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യം? മറ്റ് മതങ്ങളിലെ നന്മയായിട്ടുള്ളത് നമുക്ക് സ്വീകരിക്കാം. എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത്. കാരണം ചീത്ത വൃക്ഷം ചീത്ത ഫലം തരുന്നു, നല്ല വൃക്ഷം നല്ല ഫലം തരുന്നു. അപ്പോൾ ചീത്തത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ നല്ലത് പ്രതീക്ഷിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഗോഡ് വിൽഡ് ആയിട്ടുള്ള ഒരേ ഒരു റിലീജിയനേ ഉള്ളൂ, അത് ക്രിസ്ത്യാനിറ്റി. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കാത്തലിസം. ദൈവം തന്നെ സ്ഥാപിച്ച ഏക സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാകുമ്പോൾ ബാക്കിയെല്ലാം ഈ ലോകത്തിൻ്റെ ദേവൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. ബാക്കി 5000-ലധികം മനുഷ്യനിർമ്മിതമായിട്ടുള്ള മതങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നന്മ നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്കറിയത്തില്ല, ചിലപ്പം ഇതിനെപ്പറ്റി എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആസ് എ കാത്തലിക് നമ്മൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇവർ നമുക്ക് പണി തരും. അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ പറയുന്ന പോലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും ആരാധിക്കുന്നത് ഒരു ദൈവത്തെയാണ് എന്ന ആ ഭാഗവും എനിക്കറിയത്തില്ല. എനിക്കതിൻ്റെ ഡെഫിനിഷൻ എനിക്കറിയില്ല. പക്ഷേ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചിട്ട്, ഡോഗ്മ അനുസരിച്ചിട്ട് ഏക സത്യദൈവം പരമപരിശുദ്ധ ത്രിയേക ദൈവമാണ്. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നു. ആ ത്രിയേക ദൈവത്തിലെ പുത്രനാം ദൈവം സ്ഥാപിച്ചതാണ് കത്തോലിക്ക തിരുസഭ. ഇതിൽ സത്യത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഇനി പിന്നെയും അവിടെ നിന്ന് കടമെടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഞാൻ അങ്ങനത്തെ പരിപാടി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഞാനത് പ്രോത്സാഹിപ്പിക്കത്തില്ല. ഈ തിയോളജി പഠിക്കുന്ന ആൾക്കാർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ ഡോക്യുമെൻറ്റിൽ തിയോളജിക്കലായിട്ട് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് വളരെ താഴേക്കിടയിലുള്ള ആൾക്കാർ. അവർക്ക് ഈ തിയോളജി പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വൈദികർ ഇങ്ങനെ കടും കട്ടി ഭാഷയിൽ കുർബാന മധ്യേ പ്രസംഗിക്കുമ്പോൾ ഇത് എത്ര പേരിത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടെ താഴേക്കിടയിൽ ഇറങ്ങിയിട്ട് ഈശോയുടെ പ്രസംഗം എങ്ങനെയായിരുന്നു, ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഈശോയുടെ പ്രസംഗങ്ങൾ, ഉപമകൾ വെച്ചിട്ടാണ് ഈശോയുടെ പ്രസംഗങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ ഈ പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലും മറ്റു കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ റിയാലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഫാദർ ജിസൺ അച്ഛൻ വായിച്ചതാണ് ഞാൻ കേട്ടത്. അപ്പോൾ കമൻറ്റ് ബോക്സിലാണേലും വീഡിയോയിലാണേലും അച്ഛൻ പറയുന്നുണ്ട്, പള്ളിക്കകത്ത് നമ്മളിങ്ങനെയുള്ള വിജാതീയമായിട്ടുള്ളതൊന്നും നമ്മൾ നടത്തരുത്, പള്ളിക്കകത്ത് നടത്തരുത്, അല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോലെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഞാൻ കുറച്ച് മുൻപ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു 30 മിനിറ്റ് മുൻപ് ഞാൻ കണ്ടതാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ, വൈദികരുള്ള ഓൾഡ് ഏജ് ഹോമിൽ വൈദികൻ്റെ മാവേലിയായിട്ട് ഡ്രസ്സ് അണിഞ്ഞിട്ട് അവിടെ ആഘോഷിക്കുന്നത്. എത്രയോ പള്ളികളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദേവാലയത്തിനകത്തും പുറത്തും എല്ലാം ആയിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓണം ആഘോഷിക്കാമോ ആഘോഷിക്കരുതോ എന്ന ഒരു ചോദ്യത്തിനാണ് സീറോ മലബാർ സഭ ഈ ഡോക്യുമെൻ്റ് ഇറക്കിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് വന്നു. അപ്പോൾ ഇതിൽ ആഘോഷിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിയോളജിക്കൽ ലെവലുള്ള ഈ കാര്യങ്ങൾ നമ്മൾ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ, ഓണപ്പൂക്കളം പള്ളിക്കകത്തിടുമ്പോൾ ഈ ഡോക്യുമെൻ്റ് വായിച്ചിട്ടുള്ള ഏതെങ്കിലും വൈദികൻ ഇത് എതിർക്കാറുണ്ടോ? ഇല്ലില്ല, ഇത് ഡോക്യുമെൻ്റ് പ്രകാരം നമുക്കിത് ഇവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. കാറ്റഗിസം ക്ലാസ്സുകളിൽ ഈ പറയുന്ന ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കും. അപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ഇത് മൊത്തത്തിൽ ആഘോഷിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഫലത്തിൽ ഇത് സംഭവിക്കുന്നത്. ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിനെതിരായിട്ട് ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കണം.
വൈദികർ തന്നെ മാവേലിയുടെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ, അതായത് വിജാതീയ അവരുടെ തന്നെ ഐതിഹ്യങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു അസുരനായിട്ടുള്ള ഒരാളുടെ വേഷം കെട്ടി വരുമ്പോൾ എന്താണ് നമ്മൾ ഏത് ലിറ്റർജിയിൽ നമ്മളിത് കൂട്ടിച്ചേർക്കും? അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. തിയോളജിക്കലായിട്ട് പറയാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് നമുക്ക് കേൾക്കാൻ. പക്ഷേ പ്രാക്ടിക്കലി ഇത് വരുമ്പോൾ ഇത് പക്ക വിജാതി ഉത്സവമായിട്ട് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് ഓണക്കുർബാനയും മറ്റുമായിട്ടെല്ലാം മാറുകയാണ്. അപ്പോൾ പതിയെ പതിയെ നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞ് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിഷു കുർബാനയും ശിവരാത്രിയും ഗണേശോത്സവവും എല്ലാം നമ്മുടെ സഭക്കകത്ത് വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ഈശോ തന്നെ സിസ്റ്റർ ജിൻസുർ കോലറ്റിന് കൊടുത്ത മെസ്സേജിൽ പറയുന്നത് എല്ലാ വിജാതീയ ആചാരങ്ങളും കത്തോലിക്ക തിരുസഭയ്ക്കുള്ളിൽ വരുമെന്നു. എന്നിട്ട് ഇതിനെ അംഗീകരിക്കാത്തവർ ക്രിസ്തു വിരുദ്ധർ എന്നവരെ മുദ്ര കുത്തും. അതായത് ഇങ്ങനെ ഇപ്പം തന്നെ ഇങ്ങനെയുള്ള വിജാതീയമായ കാര്യങ്ങൾ സഭക്കകത്ത് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെ ക്രിസ്തു വിരുദ്ധർ, തീവ്രവാദികൾ, വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന പോലെ അന്നും ഇതിനെ അംഗീകരിക്കാത്തവരെ വിളിക്കും. അപ്പോൾ അന്നും ഇങ്ങനെ ഡോക്യുമെൻ്റ് ഇറക്കും. അതിപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അന്യദൈവ വിഗ്രഹങ്ങളെ പള്ളിക്കകത്ത് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ പള്ളി നിസ്കരിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഹോമം നടന്നു ഇങ്ങനെ ആൾക്കാർ പറയും. നമ്മളിപ്പോൾ ചിന്തിക്കും ഇങ്ങനെ നടക്കത്തില്ല. വൈദികരെ തന്നെ മാവേലിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വന്നെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കും. കേരള സഭയായതുകൊണ്ട് ഉറപ്പായിട്ട് നടക്കും. നമ്മൾ ഈ സംസ്കാരത്തിലൊക്കെ വളർന്നു വന്നതുകൊണ്ട് നമ്മുടെ രക്തത്തിൽ ഇത് അലിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ പറയുന്നവരെല്ലാം തീവ്രവാദികളായിട്ട് ഗണിക്കപ്പെടും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അപ്പം ഒരു വൈദികൻ, ഒരു ന്യൂ ജനറേഷൻ വൈദികൻ, നല്ല വിശുദ്ധരായിട്ടുള്ള വൈദികരുണ്ട്. അപ്പോൾ ഈ വൈദികൻ എൻ്റെ ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞത്, ആരാണ് ഈ വർക്കർ ബി? ആരാണ് ആ നോയൽ മൂത്തയിടത്ത്? ആ താടികൾ അച്ഛൻ? ഇവരൊക്കെ കൂടെ തീവ്രവാദമാണ് വിളമ്പുന്നത്. ഇവരെന്താ പറയുന്നത്? ഒരു സംസ്കാരമല്ലേ, നമ്മൾ മറ്റു മതസ്ഥരെ സന്തോഷിപ്പിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വൈദികൻ പറയുകയാണ്. അപ്പോൾ തമാശ രൂപത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ 2 തെറി ഞാൻ പറഞ്ഞേനെയെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെമിനാരി ഫോർമേഷൻ ഒടച്ചു വാർക്കേണ്ട സമയമായി എന്നുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന നല്ല വിശുദ്ധി ജീവിക്കുന്ന പല യൂത്ത് പിള്ളേരും, അതായത് ഈ കാലഘട്ടത്തിന് അനുരൂപരായിട്ട് ജീവിക്കുന്ന പിള്ളേരല്ല, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കാത്തലിക് ഫാമിലിയിലുള്ള പിള്ളേർ, അവർ കേരള സഭയിൽ സെമിനാരികൾ ചേരാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവിടെ അവർക്ക് ലഭിക്കുന്ന ഫോർമേഷൻ ഈ പറയുന്ന പോലെ ഒരു വിജാതീയ രീതിയിലുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണെന്ന് പറയുന്നു. അത് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ശരിയാണ്, അവർ പറയുന്നതിൽ ഏറെക്കുറെ ശരിയാണ്. കാരണം ഞാൻ ഓർക്കുന്നു, ഡാനിയൽ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഈ സെമിനാരി ഫോർമേഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഡിബേറ്റോ സംതിങ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ യേശു ഏകരക്ഷകൻ അല്ല എന്ന് സമർത്ഥിച്ച് വാദിച്ച ഒരാളാണ് ഡാനിയൽ അച്ഛൻ. പിന്നീട് അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നാണ് അച്ഛൻ യേശുവാണ് ഏകരക്ഷകൻ എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ 12 വർഷത്തെ ഫോർമേഷൻ കൊണ്ട് സത്യത്തിൽ എന്താണ് ലഭിക്കുന്നത് എന്നുള്ളത് പലരും കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെമിനാറുകളിൽ ബൈബിൾ പഠിപ്പിക്കുന്നില്ലല്ലോ, മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നുണ്ടോ എന്ന്. എനിക്കും സംശയമുണ്ട്. കാരണം എൻ്റെ തന്നെ ഇടവകയിലെ ഒരു മുൻ വികാരി അച്ഛൻ, അദ്ദേഹം പ്രസംഗമധ്യേ പറഞ്ഞത് അദ്ദേഹം മഹാഭാരതം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. മഹാഭാരതമാണോ രാമായണമാണോ ഓർക്കുന്നില്ല. ഞാൻ മഹാഭാരതം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളും വായിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളും വായിക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം മഹാഭാരതത്തിൽ എക്സാമ്പിൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. വേറൊരു വൈദികൻ പറഞ്ഞത് ഓർക്കുന്നു, അദ്ദേഹം ഖുർആൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്നാൽ ബൈബിളിനെ പറ്റി നമ്മൾ സംശയം ചോദിച്ചാൽ ഉത്തരമില്ല. ഒരു 5 വൈദികർ, തൊട്ടടുത്തുള്ള പള്ളികളിൽ 5 വൈദികരോട് ചോദിച്ചാൽ 5 അഭിപ്രായമാണ്. എന്നാൽ ഖുർആനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് അറിയാം, മഹാഭാരതത്തിലെ എല്ലാ കഥകളും അറിയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്താണ് സെമിനാരി ഫോർമേഷനിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത പല വൈദികരും പങ്കുവെച്ച പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതെനിക്ക് പബ്ലിക് പ്ലേസിൽ പറയാൻ പറ്റത്തില്ല. വിശ്വാസപരമായ കാര്യം മാത്രം ഞാൻ പറയാം. അങ്ങനെ സെമിനാരി ഫോർമേഷൻ കഴിഞ്ഞിട്ട് വരുന്ന വൈദികരിൽ ഒരു ദൈവാനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള വൈദികരാണ് ഈ ആത്മാക്കളുടെ രക്ഷ, സാക്രിഫൈസ്, പരിത്യാഗം, പ്രാർത്ഥന
എന്നൊക്കെ രീതിയിലൂടെ പോകുന്നത്. ഹോംലിയിൽ വചനം വായിച്ചു കഴിഞ്ഞാൽ വചനത്തിന് വ്യാഖ്യാനം തരുന്നത്, അല്ലാതെ സിനിമാ കഥയല്ല പറയുന്നത്. അങ്ങനെ വിശുദ്ധരായിട്ടുള്ള വൈദികരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു, എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കൊച്ചിങ്ങനെ ICUവിലാണ്. അപ്പോൾ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു വൈദികന് മെസ്സേജ് അയച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു പള്ളിയിലെ ഒരു വൈദികനാണ്, എൻ്റെ വികാരച്ചും പോലുമല്ല. ഈ പറയുന്ന കൊച്ചിൻ്റെ പേരൻറ്റിനെ ഈ ഫാദർ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഈ കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകൾ അയച്ചു തരികയും ആശീർവാദം, ഒരു 2.5 മിനിറ്റ് വോയിസ് നോട്ട് ആശീർവാദം ഈ വൈദികൻ അയച്ചു തന്നു എന്നുള്ളതാണ്. അങ്ങനെ ആശീർവാദം കൊച്ചിനെ കേൾപ്പിച്ചു കൊടുത്തു. അടുത്ത ദിവസം ഒത്തിരി ഡിഫറൻസ് ഉണ്ടായി ഹെൽത്തിൽ. അപ്പം ഇങ്ങനെയുള്ള വൈദികനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളൊക്കെ വായിച്ച് വളർന്നത് ഫ്രാൻസിസ് CC പോലുള്ളവർ, പാത്രി പിയോ, ജോസ് മരിയ എസ്കരേവ, പിയൂസ് പത്താമൻ പാപ്പ, അങ്ങനെയൊക്കെയുള്ള വൈദികനാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പം ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ്. കാണാൻ നല്ല അഴുകാണ്, പക്ഷേ ഇങ്ങനെ ഈ ഷർട്ടും ഇതൊക്കെ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ പഴയ തലമുറ ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തീരെ പറ്റുന്നില്ല. കാരണം നമ്മുടെ മൈൻഡിലുള്ളത് പാത്രി പിയോ, ഫ്രാൻസിസ് CC, ഫ്രാൻസിസ് സേവിയർ, അന്തോണിസ് പുണ്യാളൻ, ജോസ് മരിയ എസ്കരേവ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ, ബെൻഡിപ്പാപ്പ, ഇവരൊക്കെയാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ നല്ല ചോദിക്കൂ, പാത്രി പിയോ ഇങ്ങനെ സിനിമാ പാട്ടിൽ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് എന്താ അരോചകമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ വൈദികർ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ ആ തിരുവസ്ത്രത്തിൻ്റെ ആ ഒരു പവിത്രത അവർ തന്നെ കളഞ്ഞു കുളിക്കുകയാണ്. ഇത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, നിങ്ങൾ പഴയകാല സിനിമകൾ എടുക്കാം. പഴയകാലം ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ, എനിക്ക് പേരുകൾ മറന്നുപോയി, അതിന് മുൻപുള്ള സിനിമകളൊക്കെ പഴയകാല 1980s ഒരു വിൻറ്റേജ് കാലഘട്ടത്തിലുള്ള സിനിമകൾ നിങ്ങൾ എടുത്താൽ അതിൽ വൈദികനെ കാണുമ്പോൾ അച്ഛാ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ, മിശിഹ തമ്പുരാനെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ വൈദികൻ തിരിച്ച് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം, എടാ നീ പള്ളിയിലൊക്കെ വരുന്നുണ്ടോ എന്ന് വളരെ ഭയഭക്തിയോടുകൂടെയാണ് ഈ വൈദികനെയും ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെയും ഡയറക്ടർ അവതരിപ്പിക്കുന്നത്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനാണേലും വൈദികൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചർച്ച് ഓർഗൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ലാറ്റിൻ മ്യൂസിക്കാണ് വരുന്നത്. കുമ്പസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പം വീഡിയോയിൽ കാണിക്കത്തില്ല, ഈ സീനിൽ കാണിക്കത്തില്ല. പക്ഷേ അച്ഛൻ്റെ മുഖഭാവം കാണിക്കും, വളരെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടെ ആശീർവാദം കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുർബാന അർപ്പിക്കുന്നത് എല്ലാം ഈ മലയാള സിനിമ ഡയറക്ടർമാർ വളരെ ഭക്തിയോടുകൂടിയാണ് അവർ തന്നെ വൈദികരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് വൈദികർ എന്നവർ കേരള സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഒരു 1980s 1990s. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ നിങ്ങൾ നോക്കിക്കേ, വൈദികരെ അങ്ങേയറ്റത്തെ അവഹേളന. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ കുമ്പസാരം കേൾക്കുമ്പം ഇങ്ങനെ പുളകിതനാവുന്നതായിട്ടാണ് അവർ കാണിക്കുന്നത്, കോമഡി പറയണതായിട്ട്. അല്ലെങ്കിൽ ദേഷ്യം വന്ന 2 കർത്താവെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് 2 തെറി പറയുന്ന വൈദികർ, ലോഹ ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ട്, മുണ്ടുപോലും മുറുക്കി കെട്ടിയിട്ട് 2 ഫൈറ്റ് നടത്തുന്ന വൈദികർ. എന്തുകൊണ്ടാണ് മലയാള സിനിമ ഡയറക്ടേഴ്സിന് വൈദികരെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറിയത്? കാരണം അവർ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തുള്ളിച്ചാടി മറിഞ്ഞ് കൂത്താടുന്ന, സോറി ടു സേ, ഞാൻ ആ വാക്ക് തന്നെ ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്, കൂത്താടുന്ന വൈദികരെ ഈ ഡയറക്ടേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ കത്തോലിക്ക സഭ ലോകത്തോട് അനുരൂപപ്പെട്ടു. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ വൈദികരെ പറ്റി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനൊരു നിശബ്ദത, ഒരു സാക്രഡ്നെസ്, ഒരു റെവറൻസ് ഞങ്ങൾ കീപ്പ് ചെയ്തിരുന്നു 1980s 1990s സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിലൊക്കെ. പക്ഷേ ഇപ്പം ന്യൂ ജനറേഷൻ വൈദികരായി. അപ്പോൾ ഇത് മൊത്തം ഈ സാക്രഡ്നെസ് കളഞ്ഞു കുളിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഓണത്തിന് പോലും ഇങ്ങനെ ഇവർ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ നല്ല രസമാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു സെക്കുലർ ചിന്താഗതിയുള്ള നിരവധി വൈദികരുണ്ട്. ഇവരെ മാത്രമേ പല കേരളത്തിലെ പ്രോഗ്രാംസിലും TV ചാനലുകളിലും ഓണത്തിനും ഈസ്റ്ററിനും ഇതിനൊക്കെ ഇവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. കാരണം ഇവർ യേശു ഏകരക്ഷകനാണെന്ന് ഒരിക്കൽ പോലും പറയാത്ത ആളുകളാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവർ ചർച്ചയ്ക്ക് വിളിക്കും, ഇവർ പരിപാടികൾക്ക് വിളിക്കും. കാരണം അവിടെ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം ഒരേ ഡയലോഗ് ഇവർ പറയത്തുള്ളൂ. ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഡാഷ്, ആ ഭാഗം നിങ്ങൾ പൂരിപ്പിച്ചോളാം, എല്ലാ
ഫീസ്റ്റ് ഡേയ്സിന് അവർ പറ ഓണം ആശംസകൾ, വിഷു ആശംസകൾ, ഈസ്റ്റർ ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ. പറയുന്ന സെൻറ്റൻസ് എല്ലാം സെയിം തന്നെ. ഒരാൾ പോലും പോയിട്ട് ഏത് ചാനലിലാണെങ്കിലും എനിക്ക് പറയാണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്നാൽ നമുക്കൊരു രക്ഷകൻ ഇവിടെ ജനിച്ചിരിക്കുന്നു, ആ യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യവംശത്തിന് പറയാൻ ധൈര്യമുള്ള ഒരു വൈദികരും ഇല്ല. അങ്ങനെ പറയുന്ന വൈദികരെ ഇവരൊരിക്കലും പരിപാടികൾ വിളിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഡോക്യുമെൻറ്റിൽ, സീറോ മലബാർ സഭ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ ചെയ്യരുത്, ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പള്ളികൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു, എന്നാൽ ഓണം ആഘോഷിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ തിയോളജിക്കലി നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ റിയാലിറ്റിയിൽ എല്ലാവരും എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കണം, അത് നമ്മൾ നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വാർത്തെടുക്കുന്നത് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മൾ വാർത്തെടുക്കുന്നത് നല്ല ഒന്നാം തരം സങ്കര ഇനം വിജാതീയ കത്തോലിക്ക ബോയിലർ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വളർത്തെടുക്കുന്നത്. നാളെ ഇവരെ ഏതെങ്കിലും മതസ്ഥയോട് കൂടി പോയ പ്രശ്നം നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് KCBCയിലെ ബിഷപ്പുമാരൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ സർക്കുലർ ഇറക്കിയിട്ടും ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടും ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് വരുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിള്ളേർ പോകേണ്ടടുത്ത് പിള്ളേർ പോകും. 12-ാം ക്ലാസ് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേർ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ പോകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്ക് കൊടുക്കേണ്ടി വരിക ഓരോ രൂപതയിലും മെത്രാന്മാരാണ് കണക്ക് കൊടുക്കേണ്ടി വരിക. നമ്മൾ എയ്ഡഡ് സ്കൂളുകളിൽ 10-40 ലക്ഷം കൊടുത്ത് പിള്ളേരെ ടീച്ചേഴ്സിന് എടുക്കുമ്പോൾ മാത്രമല്ല ഇൻ്റർവ്യൂ നടത്തേണ്ടത്. കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചർമാരെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തണം. അവരുടെ വിശ്വാസത്തോളം ആഴമുണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കാറ്റഗിസം ക്ലാസ്സുകളിലേക്ക് ടീച്ചർമാരെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ പിള്ളേരെ കുഞ്ഞുനാളിലേ പഠിപ്പിക്കുകയാണ്, അതേ എല്ലാം ഒന്നാണ്. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മനസ്സിലാവുകയാണ്. കാരണം എനിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ പ്ലസ് വണ്ണിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാം ഒന്നാണെന്നാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാം ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ഈശോയുടെ ഒരു എൻകൗണ്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു സങ്കര ഇനം വിജാതീയ കത്തോലിക്കനായിട്ട് ഞാനും അറിയണേ. അതുകൊണ്ട് നമുക്ക് ഈ ഓണത്തെപ്പറ്റി ഡോക്യുമെൻ്റൊക്കെ ഇറക്കണം നല്ലതാണ്, പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇതൊന്നുമല്ല നടക്കുന്നത്. ഇതൊരു വിജാതി ഉത്സവം പോലെ തന്നെയാണ് നമ്മുടെ പള്ളിക്കകത്തും എല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ നടപടിയെടുക്കണം. ഇങ്ങനെ വേഷം കെട്ടി പള്ളിക്കകത്ത് ഈ ഉത്സവമൊക്കെ നടത്തുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണം. അപ്പോൾ ആചാരവും ആഘോഷവും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നവർ ഈ ഹാലോവീൻ്റെ കാര്യത്തിൽ വത്തിക്കാൻ പറഞ്ഞതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. വത്തിക്കാൻ എന്ത് പറയുന്നു? നിങ്ങൾ ഈ വസ്ത്രം അണിയുമ്പോൾ, നിങ്ങളിതിനെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഈ സാത്താനിക ആചാരത്തിൽ പങ്കാളികളാവുന്നു എന്നാണ് വത്തിക്കാൻ പറയുന്നത്. അപ്പോൾ പറയുമുള്ളവരെ, ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്നെല്ലാം നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gratia plena, Dominus tecum, benedictatum in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.